ഹാനോക്കിന്റെ പുസ്തകത്തെക്കുറിച്ച് അനേകർ സംസാരിച്ചിട്ടുണ്ട്. വീണുപോയ ദൂതന്മാർ, നെഫിലിം, ഭീമന്മാർ, നിരോധിക്കപ്പെട്ട ഗ്രന്ഥം എന്നിങ്ങനെ. പക്ഷേ ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ രഹസ്യം ആരും ശരിക്കും വിശദീകരിച്ചിട്ടില്ല. ഇന്ന് ആ രഹസ്യം നമ്മൾ തുറന്നു നോക്കുകയാണ്. എന്നാൽ നിങ്ങൾ കരുതുന്ന പോലുള്ള ഒരു രഹസ്യമല്ല അത്. ഹാനോക്ക് കണ്ടത് വെറും സ്വർഗദർശനങ്ങളായിരുന്നില്ല. അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഒരു ശിഷ്യനെ പോലെ, ഒരു ഗവേഷകനെ പോലെ പാളിപ്പാളിയായി ക്രമമായി പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവനെ പഠിപ്പിക്കുകയായിരുന്നു. ഈ കാര്യം ഒരിക്കൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഹാനോക്കിന്റെ പുസ്തകം നിങ്ങൾ ഒരിക്കലും പഴയ രീതിയിൽ വായിക്കില്ല. പലരും കരുതുന്നത് ഹാനോക്ക് ഒരു യാത്രക്കാരനെ പോലെ സ്വർഗത്തിൽ കൊണ്ടുപോയി എന്ന്. അവിടെ നടന്ന കാര്യങ്ങൾ കാണിച്ചു, പിന്നീട് തിരികെ അയച്ചു എന്നാണ്. പക്ഷേ ശ്രദ്ധിച്ചു വായിച്ചാൽ മറ്റൊരു ചിത്രം കാണാം. ദൂതന്മാർ അവനോട് വീണ്ടും വീണ്ടും പറയുന്നു, ശ്രദ്ധിക്കുക, ഇത് ഓർക്കുക, ഇത് എഴുതി വെക്കുക. എന്തുകൊണ്ട്? വെറും കാഴ്ചകൾ കാണിക്കാനാണെങ്കിൽ എന്തിനാണ് ഇത്രയും പ്രാവശ്യം രേഖപ്പെടുത്താൻ പറയുന്നത്? കാരണം ഹാനോക്ക് ഒരു ദർശകൻ മാത്രമായിരുന്നില്ല, അവനൊരു രേഖാകർത്താവായിരുന്നു, ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. ഒരു ദിവസം മനുഷ്യൻ മനസ്സിലാക്കേണ്ട അറിവ് അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. ഹാനോക്കിന്റെ പുസ്തകത്തിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഭാഗം സൂര്യന്റെയും ചന്ദ്രന്റെയും സഞ്ചാരമാണ്. നാം സാധാരണമായി പറയുന്നത് സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു എന്നാണ്. പക്ഷേ ഹാനോക്ക് പറയുന്നത് അങ്ങനെയല്ല. സൂര്യൻ ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്നു, മറ്റൊരു കവാടത്തിലൂടെ പുറത്തു പോകുന്നു, വീണ്ടും വീണ്ടും. ഓരോ കൃത്യതയിൽ ചന്ദ്രനും അതുപോലെ, ഒരു നിമിഷം പോലും തെറ്റാതെ. അത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നില്ലേ? ഇത് വെറും പ്രകൃതിയാണോ? അല്ലെങ്കിൽ ഒരു അതിവിപുലമായ സംവിധാനം പ്രവർത്തിക്കുകയാണോ? ഹാനോക്കിന്റെ വിവരണം പറയുന്നത് പ്രപഞ്ചം യാദൃച്ഛികമല്ല, അത് കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്ന ഒരു ക്രമമാണ്. നമ്മൾ സമയം കടന്നുപോകുന്നു എന്ന് കരുതുന്നു, ഇന്നലെ, ഇന്ന്, നാളെ. പക്ഷേ ഹാനോക്കിന്റെ പുസ്തകത്തിൽ സമയം മറ്റൊരു രൂപത്തിലാണ്. സമയം ഒരു സംവിധാനം നിയന്ത്രിക്കുന്ന ഒന്നാണ്. ദിവസങ്ങൾ, മാസങ്ങൾ, ഋതുക്കൾ എല്ലാം ഒരു നിശ്ചിത നിയമത്തിന് കീഴിലാണ്. ഒരു സെക്കൻഡിന്റെ പോലും തെറ്റില്ല. അതുകൊണ്ടാണ് ഹാനോക്കിന്റെ ലോകത്തിൽ പ്രപഞ്ചം ഒരു വലിയ ഘടികാരം പോലെയാണ്. ഓരോ ഭാഗവും തൻ്റെ സ്ഥാനത്തും, ഓരോ ചലനവും മുൻകൂട്ടി നിശ്ചയിച്ച ക്രമത്തിൽ. ഹാനോക്കിന്റെ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ആദ്യം ഓർക്കുന്നത് നെഫിലിം, ഭീമന്മാർ. പക്ഷേ പുസ്തകം യഥാർത്ഥത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മറ്റൊരു കാര്യത്തിലാണ്: അറിവ്. വീണുപോയ ദൂതന്മാർ മനുഷ്യരെ എന്താണ് പഠിപ്പിച്ചത്? ആയുധ നിർമ്മാണം, ലോഹവിദ്യ, സൗന്ദര്യവർദ്ധക രീതികൾ, ജ്യോതിശാസ്ത്രത്തിന്റെ ചില രഹസ്യങ്ങൾ, മന്ത്രവാദം, വിവിധ രഹസ്യ കലകൾ. ചോദ്യം ഇതാണ്: ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ദൈവം വിലക്കിയത്? കാരണം അറിവ് തെറ്റാണോ? അല്ല. പക്ഷേ അതിനുള്ള സമയമുണ്ടായിരുന്നു. തയ്യാറാകാത്ത മനുഷ്യർ അധികാരം കൈവശപ്പെടുത്തിയപ്പോൾ ക്രമം തകർന്നു. ഈ സംഭവം ഏദൻ തോട്ടത്തെ ഓർമ്മിപ്പിക്കുന്നില്ലേ? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. പ്രശ്നം പഴമല്ലായിരുന്നു, അറിവായിരുന്നു. ഹാനോക്ക് പറയുന്നതും അതുതന്നെയാകാം. ഒരു നിമിഷം ചിന്തിക്കുക. നാം ഇപ്പോഴും കേൾക്കുന്നത് നെഫിലിം ഭൂമിയെ നശിപ്പിച്ചു. പക്ഷേ ഹാനോക്കിന്റെ പുസ്തകം മറ്റൊരു വശം കാണിക്കുന്നു. പ്രശ്നം അറിവ് നിയന്ത്രണം വിട്ടതാണ്. മനുഷ്യൻ താൻ വഹിക്കാൻ കഴിയാത്ത ശക്തി കൈവശപ്പെടുത്തിയപ്പോൾ ധാർമ്മികതയേക്കാൾ സാങ്കേതികവിദ്യ വേഗത്തിൽ വളർന്നു. ബുദ്ധി സ്വഭാവത്തേക്കാൾ മുന്നോട്ടോടി. അപ്പോൾ സംവിധാനം തകരാൻ തുടങ്ങി. അതുകൊണ്ട് പ്രളയം വെറും ശിക്ഷയായിരുന്നില്ല, ഒരു റീസെറ്റ് ആയിരുന്നു. ഒരു തകരാറിലായ ലോകത്തെ വീണ്ടും ക്രമത്തിലാക്കാനുള്ള ശ്രമം. ഹാനോക്കിന്റെ പുസ്തകത്തിൽ സ്വർഗം അത്ഭുതങ്ങളുടെ ലോകമായി മാത്രം കാണുന്നില്ല. അവിടെ ഓരോ ദൂതനും ഒരു ഉത്തരവാദിത്തമുണ്ട്. രേഖകൾ സൂക്ഷിക്കപ്പെടുന്നു, വിധികൾ രേഖപ്പെടുത്തുന്നു, ഓരോ പ്രവർത്തനവും ക്രമപ്രകാരം നടക്കുന്നു. ഒരു നിമിഷം ചിന്തിക്കുക. ഇത് ഒരു മഹത്തായ ഭരണ സംവിധാനം പോലെയല്ലേ? ഒന്നും മറക്കപ്പെടുന്നില്ല, എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു, എല്ലാം കണക്കാക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ലോകവും അതേ ക്രമത്തിന്റെ ഭാഗമാണോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദ്യം പറഞ്ഞ വാക്ക് വെളിച്ചമുണ്ടാകട്ടെ എന്നതാണ്. പക്ഷേ ഒരു ആഴത്തിലുള്ള ചിന്തയുണ്ട്. വെളിച്ചം ക്രമത്തിന്റെ പ്രതീകമാണെങ്കിൽ, ഇരുട്ട് അരാജകത്തിന്റെ പ്രതീകമാണെങ്കിൽ, അപ്പോൾ ദൈവം പറഞ്ഞത് വെളിച്ചമുണ്ടാകട്ടെ എന്നതല്ല, ക്രമം സ്ഥാപിക്കപ്പെടട്ടെ എന്നായിരിക്കും. ഹാനോക്കിന്റെ പുസ്തകം മുഴുവൻ ഈ ഒരു ആശയത്തിലാണ് വിരൽ ചൂണ്ടുന്നത്. ഹാനോക്ക് സ്വർഗത്തിൽ പോയത് സ്ഥലം മാറാൻ മാത്രമായിരുന്നില്ല, അവന്റെ ചിന്ത മാറുകയായിരുന്നു. മനുഷ്യന്റെ കണ്ണിലൂടെ ലോകത്തെ കാണുന്ന ഒരാളിൽ നിന്നും ദൈവത്തിന്റെ ക്രമത്തിലൂടെ ലോകത്തെ കാണുന്ന ഒരാളായി അദ്ദേഹം മാറി. ഓരോ സംഭവവും ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഹാനോക്കിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഹാനോക്കിന്റെ എഴുത്തിൽ സംഭവങ്ങളെക്കാൾ സംവിധാനങ്ങൾ കൂടുതലായി കാണുന്നത്.
ഹാനോക്കിന്റെ പുസ്തകത്തിന്റെ ഹൃദയത്തിൽ നെഫിലിയുമല്ല, വീണുപോയ ദൂതന്മാരുമല്ല, യഥാർത്ഥ വിഷയം ക്രമവും അരാജകത്വവുമാണ്. ദൈവം സ്ഥാപിച്ച അതിരുകൾ ആരെങ്കിലും ലംഘിക്കുമ്പോൾ ക്രമം തകരുന്നു. ക്രമം തകരുമ്പോൾ ലോകം തകരുന്നു. അതുകൊണ്ട് ഹാനോക്കിന്റെ പുസ്തകം ഭൂതകാലത്തിന്റെ കഥ മാത്രമല്ല, ഭാവിക്കുള്ള മുന്നറിയിപ്പാണ്. സാങ്കേതികവിദ്യ, കൃത്രിമ ബുദ്ധി, ജനിതക മാറ്റങ്ങൾ, മനുഷ്യൻ വീണ്ടും താൻ വഹിക്കാൻ കഴിയാത്ത അറിവിന്റെ വാതിലുകളെ തുറക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഹാനോക്കിന്റെ മുന്നറിയിപ്പ് ഇന്നും ജീവിച്ചിരിക്കുന്നു. കാരണം സഭ്യതയെ തകർക്കുന്ന ഏറ്റവും വലിയ പാപം ഭീമന്മാരായിരുന്നില്ല, അരാജകത്വമായിരുന്നു. ഇതെല്ലാം കേട്ട ശേഷം നിങ്ങൾ ഹാനോക്കിന്റെ പുസ്തകത്തെ പഴയ രീതിയിൽ കാണുമോ? അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിവരിക്കുന്ന ഒരു പുരാതന രേഖയെന്ന് ചിന്തിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പുതിയൊരു വാതിൽ തുറന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഹാനോക്കിന്റെ പുസ്തകത്തിലെ ഏറ്റവും വിചിത്രമായ മറ്റൊരു സംഭവം നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. അതുവരെ സുരക്ഷിതരായിരിക്കുക, സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും കാണാം.